ഓക്കെ, നമുക്കിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ ക്ലാസ്സിൽ വേർഡ് പ്രോബ്ലംസ് പറഞ്ഞതല്ലേ? എന്താ ഹന്ന? മിസ്സേ, ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലംസിനകത്ത് 5 തൊട്ട് 8 വരെ ഇന്ന് ചെയ്യാന്ന് മിസ് പറഞ്ഞത്. ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ്. അത് ചെയ്ത് സമയം കളയണോ? നിങ്ങൾ ചെയ്തോളൂല്ലേ? പുതിയ ചാപ്റ്റർ എടുക്കുന്നല്ലേ നല്ലത്. ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ അതിന്ന് ചെയ്തോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസ് 2.6 5, 6, 7, 8 പേജ് നമ്പർ 90 അത് ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമുക്കിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. തീർക്കണ്ടേ? നമുക്ക് ചാപ്റ്റേഴ്സ് എല്ലാം തീർക്കണ്ടേ? അപ്പൊ നമുക്ക് ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ ചാപ്റ്ററിലെ കേട്ടോ, ആ ലാസ്റ്റ് എക്സസൈസിലെ ചെയ്യാൻ ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നതല്ലേ? അല്ലേ? ഇഷ്ടമാണോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ? ഇഷ്ടമാണോ? നോ. ഡിവിഷനോ? ഡിവിഷൻ ചെയ്യാൻ ഇഷ്ടമാണോ? ദൈവമേ, ഇത് ആദ്യമായിട്ട് ഒരാൾ മൾട്ടിപ്ലിക്കേഷൻ ഇഷ്ടമല്ല ഡിവിഷൻ ഇഷ്ടമാന്ന് പറയുന്നത്. എഡ്വിൻ. അഡീഷനും സബ്ട്രാക്ഷനും പോലെ തന്നെയാണ്. അഡീഷൻ പോലെയാണ് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ പോലെയാണ് ഡിവിഷൻ. എല്ലാവർക്കും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യാൻ ഇഷ്ടമായിരിക്കും. സബ്ട്രാക്ഷനും ഡിവിഷനും ചെയ്യാൻ ഇഷ്ടമായിരിക്കില്ല. എനിക്കൊക്കെ എങ്ങനെയാണേ, നിങ്ങളുടെ കാര്യം എങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ആണോ? എന്തുകൊണ്ടാണെന്നറിയോ? അഡീഷന്റെ കണ്ടിന്യൂഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്റെ കണ്ടിന്യൂഷൻ ആണ്, സബ്ട്രാക്ഷന്റെ കണ്ടിന്യൂഷൻ ആണ് ഡിവിഷൻ. അതുകൊണ്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും, സബ്ട്രാക്ഷനും ഡിവിഷനും. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നമ്പർ ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡു യു നോ ദാറ്റ്? ഒരേ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ടൈം ആഡ് ചെയ്യേണ്ടതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് ദി സെയിം നമ്പർ. നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെന്റൻസ് തന്നെ അതാണ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് ദി സെയിം നമ്പർ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പറിന്റെ റിപ്പീറ്റഡ് അഡിഷനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. റിവൈസ്. നമ്മളിപ്പോ 5നെ ഒരു തവണ ആഡ് ചെയ്യുന്നു, അതിനെ വേറെ ഒന്നും കൊണ്ട് ആഡ് ചെയ്തില്ല. 5നെ ഒരു തവണ ആഡ് ചെയ്താല് 5 തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? ദാറ്റ് മീൻസ് 5നെ ഒരു ടൈം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 into 1 that is equal to 5. ഇനി 5നെ 2 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. 2 ടൈംസ് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? 5 into 2 that is equal to എത്രയാ? 5 plus 5 10. ഇനി 5നെ 3 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിന് പകരമാണ്
5 into 3. That is equal to 15. ഇനി 5നെ 4 ടൈംസ് ആഡ് ചെയ്യുന്നു. അതിന് പകരമാണ് നമ്മൾ 5 into 4. That is equal to 20. Revise. സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. Then 5 നമ്മൾ 5 ടൈംസ് ആഡ് ചെയ്യുന്നു. അതിന് പകരമാണ് നമ്മൾ 5 into 5 എന്ന് എഴുതുന്നത്. That is equal to 25. ഇനി 5നെ 6 ടൈംസ് ആഡ് ചെയ്യുന്നു. That is equal to 5 into 6. We get 30. ഇനി 5നെ 7 ടൈംസ് ആഡ് ചെയ്യുന്നു. That's equal to 5 into 7. We get 35. Then 5നെ 8 ടൈംസ് ആഡ് ചെയ്യുന്നു. Is equal to 5 into 8. We get 40. ഇനി 5നെ 9 ടൈംസ് ആഡ് ചെയ്യുന്നു. Equal to 5 into 9, 45. 5നെ 10 ടൈംസ് ആഡ് ചെയ്യുന്നു. 5 into 10, 50. അതായത് നമ്മൾ 5നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യേണ്ടി വരേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ എത്ര തവണയാണോ 5നെ ആഡ് ചെയ്യുന്നത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നേ? ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയേ, ഈ 5നെ 4 ടൈംസ് ആഡ് ചെയ്യുന്നു. 4 ടൈംസ് നമ്മൾ 5 5 5 5 എന്ന് എഴുതി. അതിന് പകരമാണ് ഇവിടെ നമ്മൾ 5 into 4 എന്ന് എഴുതിയത് അല്ലേ? മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫർമേഷനെ ഏറ്റവും സിമ്പിൾ ഫോമിൽ എഴുതുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതറിയോ? നമ്മൾ മാത്സില് എല്ലാ കാര്യങ്ങളും വലിച്ചു വാരി എഴുതില്ല. ലാംഗ്വേജിൽ എഴുതുന്ന പോലെ, ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ വലിച്ചു വാരി എഴുതില്ല. മാത്സിൽ നമ്മൾ എല്ലാം ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. അതിന് ഓരോ സിമ്പിൾസും ഉണ്ട് അല്ലേ? മാത്സിന് സിമ്പിൾ ആക്കി എഴുതാൻ വേണ്ടി ഓരോ സിമ്പിൾസ് ഉണ്ട്. അഡീഷൻ, 5 ആഡ് 5, അല്ലെങ്കിൽ 5 + 5 ഉള്ളതിന് പകരമാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ പ്ലസ് എന്നുള്ളൊരു സിമ്പിൾ. അല്ലെങ്കിൽ 5 മൾട്ടിപ്ലൈഡ് ബൈ 4 എന്നുള്ളതിന് പകരമാണ് ഈ ഒരു സിമ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള സിമ്പിൾ. ഈസ് ഈക്വൽ ടു, റിഹാൻ, ഈസ് ഈക്വൽ ടു എന്ന ഒരു വേർഡിന് ഈക്വൽ ആയിട്ടുള്ള സിമ്പിൾ ആണ് ഇതാ ഈസ് ഈക്വൽ ടു എന്നുള്ളൊരു സിമ്പിൾ. അതായത് മാത്സിൽ നമ്മളെല്ലാം എത്രത്തോളം ഷോർട്ട് ആക്കി എഴുതാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കി എഴുതാനാണ് നമ്മൾ നോക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സിമ്പിൾസും ഇക്വേഷൻസും ഒക്കെ മാത്സിലുണ്ട്. സോ മാത്സ് ഈസ് എ ഷോർട്ട് ലാംഗ്വേജ് അല്ലെ? നമ്മൾ വലിയൊരു സെന്റൻസിനെ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ മാത്സിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോ നമ്മൾ ഈ കുറേ ടൈംസ് നമ്മൾ 5 ആഡ് ചെയ്യുന്നു. 6 ടൈംസ് 5 ആഡ് ചെയ്യുന്നു. ഇതിപ്പോ ഇത്രയും തവണ നമ്മൾ 5 + 5 + 5 + 5 എന്ന് എഴുതി. അതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് എഴുതും? 5നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 into 6. Thus we can say multiplication is repeated addition of same numbers. ഒരു നമ്പറിന്റെ റിപ്പീറ്റഡ് അഡിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഹാൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് സെയിം നമ്പേഴ്സ്. ഇനി അവിടെ 3 വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. One is multiplier, second one is multiplicand, and last one is product. എന്താണെന്നറിയോ അതൊക്കെ? What is multiplier,
What is multiplicand? What is product? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? റിവൈസ് കേട്ടില്ല? അതുൽ എന്താ അറിയോ? എന്താ മൾട്ടിപ്ലയർ, മൾട്ടിപ്ലിക്കൻറ്റ്, പ്രൊഡക്റ്റ്? ഗ്രേസ് അറിയോ എന്താന്ന്? മുഹമ്മദിന് അറിയോ? അറിയില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ 3ാം ക്ലാസ്സിൽ നിന്ന് നേരെ 5ാം ക്ലാസ്സിലോട്ട് വന്നു എന്ന് ഞാൻ പറയും. എല്ലാം മിസ് ഞാൻ പറയുന്ന കേട്ടി, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാ പറഞ്ഞോ. പെട്ടെന്ന് പറ. വാട്ട് ഈസ് മൾട്ടിപ്ലയർ? എന്താ? ഉമൈമ മിസ് നമ്മളെ പഠിപ്പിച്ചു. ആ ഹുമൈബ മിസ്സ പഠിപ്പിച്ച, അത് ഓർമ്മയുണ്ട്, എന്താന്ന് ഓർമ്മയില്ല. എന്താ ഷിസ, ഷാബാസ് പറഞ്ഞോ, എന്താന്ന് അറിയോ? വാട്ട് ഈസ് മൾട്ടിപ്ലയർ? വാട്ട് ഈസ് മൾട്ടിപ്ലിക്കൻറ്റ്? വാട്ട് ഈസ് പ്രോഡക്റ്റ്? എന്താ ഹന്ന പറഞ്ഞോ. മിസ്സേ, ഈ മൾട്ടിപ്ലയറിന് വെച്ചാ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം എഴുതുന്നത് മൾട്ടിപ്ലിയറാ. ഏറ്റവും ആദ്യം എഴുതുന്നത്. സെക്കൻഡ് മൾട്ടിപ്ലിക്കന്റ് എഴുതുന്നേ. ആൻസർ കിട്ടുന്നതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഓർമ്മയുണ്ട്. ബാക്കി ആർക്കും ഓർമ്മയില്ലേ? ആ ആടെ പഠിച്ച അമ്മക്ക് ഓർമ്മയില്ല. നാളെ വന്നല്ലോ പറയാൻ ഓർമ്മയില്ല. കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നേ? ആണോ? അത് ഈ വർഷത്തേക്കും കൂടി വേണ്ടിട്ടല്ലേ പഠിപ്പിക്കുന്നേ? അത് ശരിയാണല്ലേ. ആ അത് ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൾട്ടിപ്ലയർ, മൾട്ടിപ്ലിക്കൻറ്റ്, പ്രോഡക്റ്റ് എന്നൊക്കെ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? മൾട്ടിപ്ലയർ. ഏഞ്ചൽ, എന്താ മൾട്ടിപ്ലയർ? നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. The number by which any number is multiplied is known as the multiplier. നമ്മൾ ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, that number is known as multiplier. നോട്ട് ഇപ്പൊ തന്നെ എഴുതുന്നോ അതോ ഗ്രൂപ്പിലിട്ട് തന്നാ മതിയോ? ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. അപ്പൊ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ? The number by which any number is multiplied any number is multiplied is known as multiplier. നമ്മൾ ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. The next one, multiplicand. Multiplicand. The number which is to be multiplied is known as the multiplicand. ഏത് നമ്പറിനെയാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് that number is known as multiplicand. ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് that number is known as multiplier. Then what is multiplicand? എന്താ multiplicand? ഏത് നമ്പറിനെയാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറാണ് മൾട്ടിപ്ലിക്കൻറ്റ്. ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറാണ് മൾട്ടിപ്ലയർ. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവും.
Then what is multiplicand? The number which is to be multiplied. Multiplicand is the number which is to be multiplied. Then what is product? What is product? The result of the process. The result of the multiplication is known as product, or the answer of the multiplication is known as product. Then the answer is known as the product. Shahid, എന്തിനാ ഈ സ്ക്രീനിൽ ഇങ്ങനെ വരച്ചിടുന്നേ? ഷാഹിദ്, റുവൈസ്, പിന്നെ ആരാ? റിഹാൻ. ബാക്കി ആരും സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇത് വരച്ചുകൊണ്ടിരിക്കുന്നേ? Okay, then multiplier is the number by which any number is multiplied. Multiplicand is the number which is to be multiplied. Product is the answer. An example parnara. 5 into 6. Five into what? 50 into 6. 50 into 6 is equal to 300. Here 50 is 50 ആണ് എന്ത്? Multiplicand. Then 6 is multiplier. Then 300 is product. ഇപ്പൊ മനസ്സിലായോ എന്താ മൾട്ടിപ്ലിക്കൻഡ്, മൾട്ടിപ്ലയർ, പ്രോഡക്റ്റ്? മൾട്ടിപ്ലയർ ഈസ് ദ നമ്പർ ബൈ വിച്ച് എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ്. ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെയാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. Then multiplicand, the number which is to be multiplied. ഏത് നമ്പറിനെയാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, that number is known as multiplicand. Then the answer is known as product. 50 into 6 is equal to 300 എന്നുള്ളതിൽ 50 is multiplicand, 6 is multiplier, then 300 is product. ഇത്രയും മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അഡിഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതല്ലേ? അഡിഷന്റെയും സബ്ട്രാക്ഷന്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചതാണോ? ഇല്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ. നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി. എന്തൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്? അറിയോ എന്തൊക്കെയാണ്? അറിയോ? 4ാം ക്ലാസ്സിൽ അഡിഷന്റെ ഒരു 2-3 പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി ഒരു 2 എണ്ണം എത്രയോ ഉണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കാൻ. മുഹമ്മദ് ഓർമ്മയുണ്ടോ? മെബ മിസ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? മൾട്ടിപ്ലിക്കേഷന്റെയും അഡിഷന്റെ ഒക്കെ പ്രോപ്പർട്ടി 4ാം ക്ലാസ്സിലുള്ള 1, 2, 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഇത് പറഞ്ഞ മിസ് അന്ന് നമുക്ക് ഓർമ്മ വരും. ഓ ആഹാ, അത്രയ്ക്കൊന്നും വേണ്ട, അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ പഠിക്കാന്നാല്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the product of two given numbers remain the same even if their order is changed. ഇപ്പോ
നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 4 and 5. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 4 and 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലവര് 4 into 5 എന്ന് ചെയ്യും, ചില ആൾക്കാർ 5 into 4 എന്ന് ചെയ്യും. എങ്ങനെ ചെയ്താലും ആൻസർ എന്തായിരിക്കും? 20 ആയിരിക്കും അല്ലേ? 5 into 4 ചെയ്താലും 4 into 5 എന്ന് ചെയ്താലും ആൻസർ ഈസ് ദ പ്രൊഡക്റ്റ് ഈസ് 20 ആണല്ലോ അല്ലേ? രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി. The product of two given numbers remain the same even if their order is changed. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്പർ എഴുതുന്നതിന് ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് ഇൻ സബ്ട്രാക്ഷൻ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വലുതിൽ നിന്ന് ചെറുതല്ലേ മൈനസ് ചെയ്യുക അല്ലേ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഡിഫറൻസ് കാണുന്നത്. സോ the order is important. സബ്ട്രാക്ഷന്റെ കേസിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ നമ്പർ ആദ്യം എഴുതണം, ചെറിയ നമ്പർ രണ്ടാമത് എഴുതണം അല്ലേ? ബട്ട് ഇൻ മൾട്ടിപ്ലിക്കേഷൻ the order is not important. വലിയ നമ്പർ ആദ്യം എഴുതണം, ചെറിയ നമ്പർ രണ്ടാമത് എഴുതണം എന്നുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്? എങ്ങനെ എഴുതിയാലും എങ്ങനെ ചെയ്താലും പ്രൊഡക്റ്റ് സെയിം തന്നെ ആയിരിക്കും അല്ലേ? രണ്ട് നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും 2 into 10 the product of 2 and 10. 2 into 10 എന്ന് പറയുന്നതും 10 into 2 എന്ന് പറയുന്നതും 20 ആണല്ലോ അല്ലേ? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി. This property is known as commutative property of multiplication. Commutative property of multiplication. എന്താ പ്രോപ്പർട്ടി? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഫസ്റ്റ് പ്രോപ്പർട്ടി commutative property. This property explains that the product of two given numbers remains the same even if their order is changed. ഇതെല്ലാം കൂടി ഒറ്റ നോട്ടിന്റെ മിസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നോട്ടിൽ എഴുതി വെച്ചാൽ മതി. Then second property, the product of three given numbers remains the same even if their grouping is changed. മൂന്ന് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കാണണമെങ്കിൽ അതിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്താൽ എങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പ്രോപ്പർട്ടി. ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? അറിയോ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കാണുന്നേ? വെയിറ്റ്, ഫൈൻഡ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ചോ. ഫൈൻഡ് the product of 3, 5 and 6. Find the product of 3, 5 and 6. അപ്പോൾ ആദ്യം 3 into നമുക്ക് മൂന്ന് രീതിയിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ആദ്യം ഹന്ന എന്ത് ചെയ്തെന്ന് അറിയോ? 3നെയും 5നെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 3 into 5. 3 into 5 എത്രയാ? 15. എന്നിട്ട് എന്ത് ചെയ്തു? 15നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 15നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര കിട്ടി?
90 കിട്ടി. ഇനി അടുത്തത് ഷിസ എന്ത് ചെയ്തു എന്നറിയോ? 3-നെയും 6-നെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 3 into 6. അപ്പൊ എത്ര കിട്ടി? 3 into 6 18. എന്നിട്ട് ആ 18-നെ എന്ത് ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 18-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ വിൽ ബി 90. ഇനി അടുത്തത് ആരാ? ഗ്രേസ് എന്ത് ചെയ്തു എന്നറിയോ? 5-നെയും 6-നെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 5-നെയും 6-നെയും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് 30. എന്നിട്ട് ആ 30-യെ എന്ത് ചെയ്തു? ആ 30-യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 90. അപ്പൊ ഈ 3 പേര് ചെയ്തതും 3 രീതിയിലാണ് അല്ലേ? അവരാദ്യം 2 നമ്പേഴ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ആൻസർ കണ്ടുപിടിച്ചു. ആ പ്രൊഡക്റ്റിനെ മൂന്നാമത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 3 പേരും ഗ്രൂപ്പ് ചെയ്യുന്നത് 3 രീതിയിലുള്ള നമ്പേഴ്സിനെയാണ്. ഫസ്റ്റ് ഹന്ന ചെയ്തത് 3-നെയും 5-നെയും ഒരു ഗ്രൂപ്പ് ആക്കി. ഷിസ ചെയ്യുമ്പോൾ 3-നെയും 6-നെയും ഒരു ഗ്രൂപ്പ് ആക്കി. ഗ്രേസ് ചെയ്യുമ്പോൾ 5-നെയും 6-നെയും ഒരു ഗ്രൂപ്പ് ആക്കി. ബട്ട് എങ്ങനെ ചെയ്താലും ആൻസർ വിൽ ബി ഓൾവേസ് 90 ആണല്ലോ. This is the second property of multiplication that explains. And the second property, the product of 3 given numbers remain the same even if their grouping is changed. നമ്മൾ 3 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. Then this property is known as associative property. എന്താ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ? എന്താ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ 2 പ്രോപ്പർട്ടി ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. Then third one, distributive property of multiplication over addition. Distributive property of multiplication over addition. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, 2 പ്രോപ്പർട്ടീസും കൂടി 3 പ്രോപ്പർട്ടീസും കൂടി പറയാണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ പറയാൻ നിന്നാൽ എന്തായാലും തീരില്ല. ടൈം ഈസ് ഓവർ. ഇറ്റ്സ് അബൌട്ട് 1:45. വി ഹാവ് ടു സ്റ്റോപ്പ് നൗ. നമ്മളിന്ന് കുറച്ച് തുടങ്ങാൻ ലേറ്റ് ആയില്ലേ? എന്താ ഏഞ്ചൽ? ഞാൻ ഇന്നലെ ബർത്ത്ഡേക്ക് എന്റെ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു, അതുകൊണ്ട് താമസിച്ചു വന്നേ. ക്ലാസ് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള 3 പ്രോപ്പർട്ടീസും കൂടി പറയാം. ഹോംവർക്ക് എന്താന്ന് ഓർമ്മയുണ്ടല്ലോ? എക്സസൈസ് 2.6-ലെ ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻ അത് ഹോംവർക്ക് ചെയ്യാം. ഈ പഠിച്ച 2 പ്രോപ്പർട്ടിയും പഠിക്കാം. നോട്ട്സ് ഇപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഓക്കെ, ബൈ.